രാജുവേട്ടൻ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ പൊട്ടിക്കാൻ പോവാം. അത് ഓണം ക്ലാഷ് പൊട്ടിക്കുന്ന കാര്യമാണോ ഉദ്ദേശിച്ചത്, അതോ ഇനി പടം തന്നെ പൊട്ടിക്കാനുള്ള പരിപാടിയാണോ എന്നുള്ളതാണ് നമുക്കറിയാനുള്ളത്. രാജുവേട്ടൻ റീസെൻ്റായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഈ സിനിമയ്ക്കകത്ത് നിങ്ങൾ ആക്ഷൻ പ്രതീക്ഷിച്ച് പോകണ്ട, ഫൈറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിലും അത് സ്റ്റോറിയുടെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ രാജുവേട്ടൻ അവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾ ആക്ഷൻ വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലൊരു ഹൈപ്പ് കുറച്ചതാണ്. പക്ഷേ ട്രെയിലർ വന്ന സമയത്ത് ആ ഒരു ട്രെയിലർ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ ഇതൊരു പക്ക ആക്ഷനാണ്. അതായത് ആ ട്രെയിലറിനകത്ത് ഫുൾ ആക്ഷനാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരേ ടെറൈനിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരേ സീരിയൽ നടക്കുന്ന ആക്ഷൻ ആണെങ്കിൽ പോലും ആ ട്രെയിലർ കൊണ്ട് അല്ലെങ്കിൽ ആ ട്രെയിലർ കാണുന്ന ഒരാൾക്ക് ഈ ഒരു സിനിമ കംപ്ലീറ്റ് ഒരു ആക്ഷൻ പടമായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ഒരു മിസ്മാച്ച് വരുന്നുണ്ട്. രാജുവേട്ടൻ ആ ഹൈപ്പ് കുറയ്ക്കാൻ ശ്രമിച്ച സമയത്ത് ഇവിടെ ട്രെയിലർ വന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് അതിൻ്റെ ട്രെയിലർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ ഓഡിയൻസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ഖലീഫ എന്ന് പറഞ്ഞ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റുക. ഫസ്റ്റ് തന്നെ ഖലീഫ എന്ന് പറഞ്ഞ സിനിമ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് ആ ട്രെയിലർ കണ്ടവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഗോൾഡ് സ്മഗ്ലിംഗ് അല്ലെങ്കിൽ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണ്. രാജുവേട്ടൻ്റെ ആമിർ അലി എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറിൻ്റെ അച്ഛനല്ല മുത്തച്ഛനാണ് പ്രശ്നക്കാരൻ. ചില വീഡിയോസിലൊക്കെ എല്ലാവരും അച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ അല്ല, അത് മുത്തച്ഛനാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറാണ്. അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ ലെഗസിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് ആമിർ അലി എന്ന് പറയുന്ന നമ്മളെ രാജുവേട്ടൻ്റെ ഫാമിലി. ലാലേട്ടൻ്റെ മകനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് രഞ്ജി പണിക്കർ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സുകൾ, അതായത് ഈ 3 തലമുറകൾ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഖലീഫയുടേത്. ഗ്രാൻഡ് ഫാദർ തുടങ്ങി വെച്ച ആ ഒരു സ്മഗ്ലിംഗ് അല്ലെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് ഈ ആമിർ അലി എന്ന് പറഞ്ഞ കൊച്ചുമകൻ പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയാണ്. പക്ഷെ ചില റീസൺസ് കൊണ്ട് നമ്മുടെ ആമിർ അലി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരുന്നു. അതാണ് ഈ ഒരു ഖലീഫ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ 2 പാർട്ടായിട്ടുള്ള സിനിമയാണ്. ഫസ്റ്റ് പാർട്ട് ഈ ഒരു മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ ഒരു ഇൻട്രോഡക്ഷനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് ഒരു ബിൽഡപ്പ് കൊടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റൻഷനലി അവർ ചെയ്യുന്നൊരു സിനിമയാകാം. പക്ഷേ ഈ ഒരു സിനിമ വിജയിച്ചാൽ മാത്രമേ ആ ഒരു സിനിമ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതും അവർ പറയുന്നുണ്ട്. ഫസ്റ്റ് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന സ്റ്റോറി എന്ന് പറയുന്നതും ഫസ്റ്റ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമയും മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ആ ലാലേട്ടനെ മെയിൻ ലീഡായി വരുന്ന ആ ഒരു സിനിമയാണ്. ഡയറക്റ്റായിട്ട് അങ്ങനെ ഒരു സ്റ്റോറി എടുത്ത് റിസ്ക് ഫാക്ടർ എടുക്കണ്ട എന്നുള്ള ഉദ്ദേശിച്ചിട്ടാവാം അവർ ഫസ്റ്റ് ഒരു സാമ്പിൾ ഡോസായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് ഈ ഒരു സിനിമ ഇറക്കിയത്. ഈ സിനിമയുടെ വിജയം പോലെ ഇരിക്കും ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ മെയിൻ ലീഡാക്കിക്കൊണ്ട് ആ ഒരു സ്റ്റോറി നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ ലാലേട്ടനെ ഫുൾ ലോങ് കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ ഈ സിനിമ മൊത്തത്തിൽ അവർ എക്സ്പ്ലോർ ചെയ്യുമെന്നോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കല്. ലാലേട്ടൻ ജസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും വായിലൂടെ അവർ പറഞ്ഞ പല ഡയലോഗുകളിലൂടെ ആ ഒരു ക്യാരക്ടറിന് ഒരു ബിൽഡപ്പ് ഉണ്ടാവും. ആ ബിൽഡപ്പ് സിനിമ ഫുൾ ഉണ്ടാവും. ആ ഒരു ബിൽഡപ്പിലൂടെ ആയിരിക്കും സിനിമ പോകുന്നത്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ രൂപം കാണാൻ പറ്റും. ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ട്രെയിലറിനകത്ത് കാണിച്ചൊരു ഷോട്ട് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത് പ്രസൻറ്റിൽ ഉള്ള ഒരു ഷോട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ ഒരു മുത്തച്ഛനായിട്ടുള്ള ലാലേട്ടൻ്റെ ക്യാരക്ടർ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളൊരു ക്യാരക്ടറായിട്ടാണോ എന്നുള്ള ഡൗട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടർ ചെറുപ്പമായിരിക്കും ചിലപ്പം സെക്കൻഡ് പാർട്ടിൽ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഈ പറയുന്ന പരിപാടികളൊക്കെ ചെയ്ത സമയത്ത് ആ ഒരു ഇതായിരിക്കാം വരുന്നത്. ഇതിൽ കുറച്ച് ഏജഡായിട്ടുള്ള, ഇപ്പോൾ രഞ്ജി പണിക്കർ എന്ന് പറയുന്ന അച്ഛൻ്റെ ക്യാരക്ടറിന് നല്ല ഏജുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ആ ക്യാരക്ടർ അതിനനുസരിച്ച് അതിൽ നിന്നും ഏജുള്ളൊരു ക്യാരക്ടറായിട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രസൻറ്റിലാണോ കാണിക്കുന്നത് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നല്ല ഏജഡായിട്ടുള്ള ഒരാൾ നിൽക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഫോറിൻ കൺട്രിയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും നാട്ടിൽ നമ്മളുടെ അഹമ്മദ് അലി ഇപ്പോഴും സ്റ്റിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ഫോർമാറ്റ് ആണോ എന്നറിയില്ല. ക്ലൈമാക്സിൽ ഒരു എൻഡ് ക്രെഡിറ്റ്സ് പോലെയൊക്കെ ലാലേട്ടൻ്റെ ഈ ഒരു ഷോട്ട് കാണിച്ച് അങ്ങ് എൻഡ് ചെയ്ത് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ലീഡ് കൊടുത്ത് എൻഡ് ചെയ്യുക എന്നുള്ള ഫോർമാറ്റ് ആയിരിക്കാം ഖലീഫ എന്ന ഈ സിനിമ. നമ്മൾ രാജുവേട്ടൻ പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സിനിമയ്ക്കകത്ത് ലാലേട്ടന് ഒരുപാട് റോളില്ല അല്ലെങ്കിൽ ഒരുപാട് സ്പേസ് ഇല്ല എന്നുള്ളത്. അതായത് ഈ ഒരു സിനിമ വെറും ഇൻട്രൊഡക്ഷൻ മാത്രമാണെന്നുള്ളത് എടുത്തെടുത്ത് പറയുന്നുണ്ട് രാജുവേട്ടൻ. അതെന്താണെന്നുള്ളത് എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ വന്ന് ഈ റോൾ ചെയ്തതാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഷോട്ട് അവർ ആഡ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഖലീഫ എന്ന് പറയുന്ന ഈ ഫസ്റ്റ് പാർട്ട് സിനിമ ലാലേട്ടൻ്റെ സിനിമയല്ല. അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലാലേട്ടനെ സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്ത് നിങ്ങൾ പോയാൽ അത് നിങ്ങൾക്കൊരു നിരാശയായിരിക്കും. ഖലീഫ കാണുന്നതിന് മുമ്പ് ഈ കാര്യം മനസ്സ് വെച്ചേക്കാം. പിന്നെ ഞാൻ മുമ്പ് ഖലീഫയെക്കുറിച്ചൊരു കാര്യം പറഞ്ഞ സമയത്തും പറഞ്ഞതാണ്, ഫിലിം മേക്കർ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ഈ സിനിമയ്ക്കകത്ത് മെൻഷൻ ചെയ്യുന്ന സമയത്ത്
നമുക്കൊരു മുഖമുണ്ട്, ലാലേട്ടൻ്റെ ഫേസ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാവാം മെയിനായിട്ടും ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും അവർ ചേർന്നിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ വെച്ചത്. അതല്ലാതെ ഇപ്പോൾ ലാലേട്ടൻ ഇങ്ങനൊരു സിനിമ വരുന്നു അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ലാലേട്ടനാണെന്നുള്ളൊരു ഫേസ് കൊടുക്കാതെ ജസ്റ്റ് മാമ്പറക്കൽ അഹമ്മദാലി എന്നുള്ളൊരു ക്യാരക്ടറിൻ്റെ വെച്ചുകൊണ്ട് മാത്രം അതിൻ്റെ ബിൽഡപ്പ് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യില്ല. ആ ഒരു ക്യാരക്ടറിൻ്റെ ലെഗസി ഈ ആമീർ അലി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അതൊരു ഫിലിം മേക്കിംഗ് ടെക്നിക്കാണ്. ആ രീതിയിലേക്ക് ഈ സിനിമ ചെയ്തതാണോ എന്നും എനിക്ക് ഡൗട്ടുണ്ട്. ഈ സിനിമ നല്ല സക്സസ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലാലേട്ടനെ വെച്ചിട്ട് മാമ്പറക്കൽ അഹമ്മദാലി എന്ന് പറഞ്ഞ സിനിമ അവർ ചെയ്യും. പിന്നെ ഈ ഒരു സിനിമ എന്നുള്ള രീതി വെച്ച് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലർ എനിക്ക് ഒരു വാവ് എന്നൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ അതിൻ്റെ ഒരു ഫസ്റ്റ് ഗ്ലിംസ് വന്നപ്പോൾ കിട്ടിയ ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഈ ഒരു ട്രെയിലറിന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ രാജുവേട്ടൻ ആ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ബിലീവബിൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ കൺവിൻസ് ആവുന്നുണ്ട്, ആ ഒരു ഇടിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു മിസ്സിങ് ആണ് എനിക്ക് ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് ഫീൽ ചെയ്തത്. ഡിക്ക് ഓരോ ഇടിക്കുമ്പോഴും അതൊരു ഇടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇടി ഒരു സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതാണെന്നുള്ളൊരു ബോധം ഇതിലേക്ക് വരുന്നു. അത് ചിലപ്പോൾ ഒരുപാട് ആക്ഷൻ പടങ്ങൾ ഡിക്ക് ചെയ്യാത്തത് കൊണ്ടാവാം. അതാണ് ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതും മിസ്സായതും ഖലീഫ എന്ന് പറഞ്ഞ ട്രെയിലറിൽ കിട്ടിയത്. ഐ ആം ഗെയിമിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ട്, കാരണം സമയമാകുമ്പോൾ നമ്മൾ ബിഫോർ വാച്ചായിട്ട് അത് ചെയ്യുന്നതാണ്. രണ്ടാമത് എനിക്ക് ഏറ്റവും ഈ ഒരു ഖലീഫ ട്രെയിലർ ഇഷ്ടപ്പെട്ടത് ജെയ്ക്സ് ബിജോയ്. ഒരു രക്ഷയില്ലാത്ത വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ആ ഒരു സിനിമയുടെ മൂഡ് നമ്മളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പോലെ. പലരും മാപ്പിള ആൽബമാണോ പഴയ ഓൾഡ്, ഈ സിനിമയുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മലബാറി, ഒരു മുസ്ലിം, ഒരു കുടുംബത്തിൻ്റെ, ഒരു ഫാമിലിയുടെ ഹെറിറ്റേജ് വെച്ചുള്ള ഒരു കഥയാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈനെ ബേസ് ചെയ്ത് അതിൻ്റെ മ്യൂസിക് വരുന്ന സമയത്ത് പിന്നെ നമുക്ക് വേറെ ഏത് ടൈപ്പ് സോങ്സ് കൊടുക്കാൻ പറ്റും? ആ ഒരു മൊത്തത്തിൽ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഇതിൻ്റെ എല്ലാ ട്രാക്കുകളിലും ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ട്രോളായിപ്പോയത് അത് അവർ ചെയ്തിട്ടുള്ള ഒരു ട്രാക്കല്ല, അത് വേറൊരു പുറത്തുനിന്ന് എടുത്തിട്ടുള്ള ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാഡ് മൊമെൻറ്റിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ട്രാക്കാണ്. ആ ട്രാക്കിൻ്റെ ലിറിക്സിൻ്റെ മീനിങ് മനസ്സിലായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആരും ആ ട്രോൾ ചെയ്യില്ല. കാരണം അത് അല്ലാത്ത രീതി നമ്മൾ കോമൺ ആയിട്ട് ചിന്തിക്കും പോലെ ആ ഭ്രാന്തെന്ന് പറഞ്ഞ വാക്കൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് ആ ഒരു ഇത് വേണം. ഭ്രാന്ത് എന്ന വാക്കിന് ഒരുപാട് മീനിങ്സ് വേറെ ഉണ്ട്, അതിൻ്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു മീനിങ് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ച് ആ ലിറിക്സിൻ്റെ ഇത് വെച്ച് നിങ്ങൾ കേട്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ആ സോങ് എവിടെ പ്ലേസ് ആവുമെന്ന് വരെ കിട്ടും. അപ്പോൾ അതൊന്നും ഞാൻ വെറുതെ റിവീൽ ചെയ്ത് ഇത് ചെയ്യുന്നില്ല. ജെയ്ക്സ് ബിജോയ് കത്തിച്ചിട്ടുണ്ട് ട്രെയിലറിൽ. ചമൻ ചാക്കോ കട്ട് ചെയ്തിരിക്കുന്നതും ഭീകരമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രാജുവേട്ടൻ്റെ ആക്ഷൻ. പിന്നെ എനിക്ക് ഈ ഒരു സിനിമയിലെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഹൈപ്പിനെ കുറയ്ക്കാനുള്ള ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് മേക്കിങ്ങിൽ വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടർ പക്കയാണ്. പക്ഷേ ഈ സിനിമ ഒരു സ്റ്റോറി എന്ന് പറയുന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു സിനിമ എനിക്ക് അത്രയ്ക്ക് ഇതുവരെ അങ്ങനെ ഒരു വൈശാഖ് ഫിലിം കണ്ടിട്ട് പോലുമില്ല. പേഴ്സണലി എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. അതുകൊണ്ട് സ്റ്റോറിയുടെ കാര്യത്തിൽ ഇതിലെല്ലാവരും ഇത് ക്ലീഷേ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ കണ്ടുമടുത്ത പടമാണ്, അല്ലെങ്കിൽ കണ്ടുമടുത്ത സ്റ്റോറിയാണ് അങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വീക്ക് സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. 20-ാം തീയതി റിലീസ്, അതായത് നാളെ റിലീസാണ്. എല്ലാവരും ലോ ഹൈപ്പിൽ പോയി കാണാം. ഇത് ലാലേട്ടൻ പടമായിട്ട് കാണരുത്, ലാലേട്ടൻ പടം അല്ല, ഇതൊരു പൃഥ്വിരാജ് പടമായിരിക്കും. മാർക്കോ ഇറങ്ങിയ സമയത്ത് ഇൻസ്പയർ ആയി ചെയ്തൊരു പടമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ഏകദേശം ഒരു ടച്ച് ഈ സിനിമയ്ക്കകത്ത് കാണും. വയലൻസ് അല്ല, പക്ഷേ ആക്ഷനൊക്കെ ആ ഒരു ഫോർമാറ്റിനകത്ത് ഉണ്ടാവും. പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ടാവും, സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗ്. ഇപ്പോൾ ഇറങ്ങിയ എല്ലാ സിനിമയും ഈ 3 ക്ലാഷ് പടങ്ങളും മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പുറകെ വർക്ക് ചെയ്തിരിക്കുന്ന ടീമായാലും എല്ലാം പക്കയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആ റിസൾട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും. പക്ഷേ കണ്ടൻറ്റ് വൈസ് ഈ സിനിമ 3ഉം ഏതൊക്കെ രീതി വരുമെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓണം ആര് തൂക്കും എന്നുള്ളത്. ഇത്തവണ ബെത്ലഹേമും ഖലീഫയാണ് ഫേസ് ടു ഫേസ് വേണത്, നിവിനും പൃഥ്വിയും. പേഴ്സണലി ബെത്ലഹേം കുടുംബ യൂണിറ്റാണ് ഓണം വിന്നർ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്, ബിക്കോസ് അതിൻ്റെ റീസൺ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ബെത്ലഹേം കുടുംബ യൂണിറ്റിന് സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യുന്നില്ല, പക്ഷേ ഐ ആം ഗെയിമിന് ഒരു വീഡിയോ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനം അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ സിനിമയ്ക്ക് തന്നെയായിരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാവർക്കും സെലിബ്രേഷൻ വേണ്ടി പോകുന്ന സിനിമ ഇതായിരിക്കും. പക്ഷേ ഫാമിലി ഓഡിയൻസ് എല്ലാം ബെത്ലഹേം കുടുംബ യൂണിറ്റിന് പോകും. ഇത് പ്രഡിക്ഷൻ മാത്രമാണ്, ഇതൊരിക്കലും നടക്കണമെന്നൊന്നുമില്ല. എന്തായാലും എൻ്റെ നിവിൻ്റെ ബാധ കയറി. എന്തായാലും ഖലീഫ എന്ന് പറഞ്ഞ ട്രെയിലർ അതിൻ്റെ സ്റ്റോറി വൈസ് വലിയ ഗുമ്മ ഫീൽ ചെയ്തില്ലെങ്കിലും ബാക്കി ആസ്പെക്റ്റ് എല്ലാം പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്തായാലും തിയേറ്ററിൽ നിങ്ങൾക്കിതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ സോങ്സും ജെയ്ക്സ് ബിജോയുടെ കത്തിക്കലും ഒക്കെ ഇത്രയും ഹൈപ്പുകളെല്ലാം ഒഴിച്ചു മാറ്റി നിർത്തി ഇതൊരു ലാലേട്ടൻ പടം എന്നുള്ളതല്ലാതെ ഇതൊരു പൃഥ്വിരാജ് പടം ആയിട്ട് നിങ്ങൾ കാണാൻ പോവുക.
രാജുവേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ പൊട്ടിക്കാൻ പോവുകയാണ്. അത് ഓണം ക്ലാഷിനെ പൊട്ടിക്കാൻ പോകുന്നു എന്നുള്ളൊരു മീനിങ് തന്നെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓണം നാളുകൾ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഞാൻ എൻ്റെ ലൈറ്റ് അടിച്ചു പോയി, അതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പിൽ വീഡിയോ എടുക്കുന്നത്. വീഡിയോ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള ഐ ആം ഗെയിമിൻ്റെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. ഓവർ ഹൈപ്പില്ലാതെ പോയി ഖലീഫ കാണുക. പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വെക്കണം.